അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. 1997 മിന ദുരന്തം ഹജ്ജ് ചരിത്രത്തിലെ വലിയ വേദനിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അസംഖ്യം ജീവനുകളാണ് മിനായിലെ തീപിടുത്തത്തിൽ വെന്തുമരിച്ചത്. ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായിരുന്നു മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. 1997 ഹജ്ജിന് ഉസ്താദ് തൻ്റെ ഭാര്യയോടൊപ്പമാണ് വന്നിരുന്നത്. ദുൽഹജ്ജ് 8 ഉച്ചയോടെ തന്നെ ടെൻറ്റുകളിൽ അഗ്നി പടർന്നു തുടങ്ങിയിരുന്നു. ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന 85 പേരും പല ഭാഗങ്ങളിലേക്കായി ഓടി. പക്ഷേ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്നും എഴുന്നേറ്റതേയില്ല. എല്ലാവരും ടെൻറ്റിൽ നിന്നും പുറത്തു പോകണമെന്ന് നിരന്തരം അനൗൺസ്മെൻറ്റുകൾ ഉയരുന്നുണ്ടായിരുന്നു. ടെൻറ്റിൽ നിന്നും പുറത്തു കടക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ മാത്രമാണ് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് പുറത്തു കടന്നത്. അപ്പോഴേക്കും പരിസരങ്ങളെല്ലാം കത്തിച്ചാമ്പലായി കഴിഞ്ഞിരുന്നു. ഉസ്താദും കൂടെയുള്ളവരും പാർത്തിരുന്ന ടെൻറ്റുകളും കത്തിയമർന്നു. പലരുടെയും പല സാധനങ്ങളും കത്തി നശിച്ചു. സന്ധ്യയോടെ തീ പൂർണ്ണമായും കെട്ടടങ്ങി. ഓരോരുത്തരും തങ്ങളുടെ കൂടെയുള്ളവരെ തെരഞ്ഞുള്ള നെട്ടോട്ടത്തിലായിരുന്നു. തൻ്റെ സംഘത്തിൽ നിന്നും കുറേ ആളുകൾ തിരിച്ചു വന്നെങ്കിലും ഉസ്താദിൻ്റെ ഭാര്യയെ കണ്ടെത്താനായില്ല. ദീർഘനേരത്തെ അന്വേഷണത്തിനൊടുവിൽ ദൂരെ ഒരു പാലത്തിനരികിൽ അവരുണ്ടെന്ന വിവരം ലഭിക്കുകയും അവരെ ചെന്ന് കൂട്ടുകയും ചെയ്തു. ഇശ ആയപ്പോഴേക്കും 5 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം തിരിച്ചെത്തി. അവർക്ക് എന്തു സംഭവിച്ചെന്ന് യാതൊരു വിവരവും ലഭിച്ചില്ല. സംഘം വല്ലാതെ പേടിച്ചിരുന്നുവെങ്കിലും ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന തരത്തിലായിരുന്നു ഉസ്താദിൻ്റെ പ്രതികരണങ്ങൾ. അടുത്ത ദിവസം അറഫയിൽ ചെന്നപ്പോഴാണ് അവരെ എല്ലാവരെയും കണ്ടുമുട്ടിയത്. ഈ ഹജ്ജ് വേളയിൽ വളരെ അത്ഭുതകരമായ മറ്റൊരു സംഭവം ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൽ നിന്നുമുണ്ടായി. തങ്ങൾ അൽ ഐനിൽ നിന്നും വന്ന 5 ബസ്സുകളും ടെൻറ്റിനടുത്ത് തന്നെ നിർത്താനായിരുന്നു തീരുമാനം. സ്ത്രീകളും പ്രായം ചെന്നവരുമുള്ളതിനാൽ തുടർന്നുള്ള യാത്രക്ക് വാഹനം കയറാൻ ഒരുപാട് നടക്കേണ്ടി വരും. അത് മനസ്സിലാക്കിയത് കാരണം വാഹനം ടെൻറ്റിനടുത്ത് തന്നെ നിർത്താം എന്ന് അവർ തീരുമാനിച്ചു. വാഹനം ടെൻറ്റിനടുത്ത് പാർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്ന് തടയുകയും വാഹനം വളരെ വിദൂരത്ത് കൊണ്ടുപോയി നിർത്താൻ കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഗ്രൂപ്പ് അധികൃതർ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. അവിടെ തന്നെ നിർത്തണമെന്നായിരുന്നു അവരുടെ തീരുമാനം. അതിനിടെ അവർ ഉസ്താദിനടുത്ത് പോയി വിവരം പറഞ്ഞു. സെക്യൂരിറ്റി ടെൻറ്റിനടുത്ത് വാഹനം നിർത്താൻ സമ്മതിക്കുന്നില്ല. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞതല്ലേ, അതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടാകും. സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുക എന്നതായിരുന്നു ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പ്രതികരണം. ഒടുവിൽ ഉസ്താദിൻ്റെ വാക്ക് മാനിച്ച് അവർ വാഹനം വിദൂരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടു. തീ കെട്ടമർന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ടെൻറ്റിനടുത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെല്ലാം കത്തിച്ചാമ്പലായി കഴിഞ്ഞിരുന്നു. കമ്പികൾ മാത്രമാണ് ശേഷിച്ചിരുന്നത്. വാഹനം അവിടെ നിന്നും മാറ്റി പാർക്ക് ചെയ്തിരുന്നതിനാൽ തങ്ങളുടെ ബസ്സുകൾക്ക് യാതൊരു പോറലും ഏറ്റിരുന്നില്ല. മാഷാ അല്ലാഹ്. കൂടെയുള്ളവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞാലും ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമായിരുന്നില്ല. അള്ളാഹുവിലുള്ള പൂർണ്ണമായ തവക്കുലായിരുന്നു അവിടുത്തെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പദവി ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തു നഈമിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.